കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ പ്രവേശിക്കാനെത്തി KS അനുരാഗ് ദേവസ്വം ഓഫീസിലെത്തിയിരിക്കുന്നു. അമൽ സുരേന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഈ നിയമനം നൽകുന്നത്. ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ അനുരാഗ്? ഗോകുൽ, ഏതായാലും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഐതിഹ്യങ്ങളിലെല്ലാം ചുറ്റപ്പെട്ട ഈ ഒരു ക്ഷേത്രത്തിന് ഇതിപ്പോൾ ചരിത്ര മുഹൂർത്തമാണ്. ഇവിടെ ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി, കഴകം ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി ഈഴവ സമുദായത്തിൽ നിന്നുള്ള KS അനുരാഗ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചതിന് ശേഷം ഇപ്പോൾ ദേവസ്വം ഓഫീസിലെത്തി ഈ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഒരു കാര്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേപ്പർ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വരികയുണ്ടായിരുന്നു. ഇത്തരത്തിൽ അനുരാഗ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സം ഉന്നയിച്ചുകൊണ്ട് ചിലർ തെക്കേ വാര്യത്ത് ഹരിയെ പോലുള്ള ആളുകളുടെ ഹർജിയെ തുടർന്ന് അതിൽ 6ഓളം തന്ത്രിമാർ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിനെ എതിർത്തപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നു. ഇതൊരു സിവിൽ കോടതിയിൽ കേൾക്കേണ്ട ഒരു കേസാണ് എന്നും അതേസമയം ദേവസ്വം ബോർഡിന്റെ ഈ ഒരു നിയമനം റദ്ദാക്കാൻ ഹൈക്കോടതി തയ്യാറാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിയമന ഉത്തരവുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയത്. ഏതായാലും ആ ഒരു കേസിൽ ഈ അനുരാഗിനൊപ്പം നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കേസിൽ കക്ഷി ചേർന്ന ആൾ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു കേസ് ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അനുരാഗ് ജോലി പ്രവേശിക്കാൻ പോവുകയാണ്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. തീർച്ചയായും ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. കാരണം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇണ്ടന്തുരുത്തി മനയിലെ വൈക്കം സത്യാഗ്രഹത്തിന് ഇടയാക്കിയ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി പറഞ്ഞ അതേ കണ്ടീഷനാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലും ഈ കഴിഞ്ഞ മാസങ്ങളിൽ അരങ്ങേറിയത്. ഈഴവർ വഴി നടന്നു കഴിഞ്ഞാൽ ക്ഷേത്രചൈതന്യം നശിക്കുമെന്നായിരുന്നു വൈക്കത്തെ വാദമെങ്കിൽ, മാല കെട്ടാൻ വേണ്ടി ഈഴവ സമുദായ അംഗങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പൂജാകാര്യങ്ങൾ നിരർത്ഥകമാകുമെന്ന് പറയുമ്പോൾ ആ നിരർത്ഥകം എന്ന വാക്ക് അയിത്തം തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം അതിനു മുമ്പുള്ള ഫ്യൂഡൽ മാടമ്പിത്തരങ്ങളുടെ നിയമങ്ങൾ ഇനിയും നടപ്പിലാക്കണം, ഞങ്ങൾക്ക് നിറവേറ്റി തരണമെന്നുള്ള ഏതായാലും ഇത്തരത്തിലുള്ളൊരു നടപടിയുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമ്പോൾ ഇതിനു മുൻപ് കഴകത്തിന് നിയമന ഉത്തരവ് കിട്ടിയിരുന്ന PV ബാലു അദ്ദേഹം ഈ ജോലിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് 2ാം റാങ്കുകാരന് ഇദ്ദേഹത്തിന് അനുരാഗിന് ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഗോകുൽ, ശരി. ഏതായാലും കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകമായി ഈഴവ സമുദായമായ അനുരാഗ് പ്രവേശിക്കുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഈ നിയമനം സാധ്യമാകുന്നത്. മുമ്പ് ബാലു എന്നയാൾ അവിടെ ജോലിക്കെത്തിയും തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം ആ ജോലി വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്തിരുന്നു. സംഭവങ്ങളൊക്കെ വലിയ വിവാദവും ചർച്ചയുമായതാണ്. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.